ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് അധികം ദിവസമായി നമ്മൾ കണ്ടിട്ട്. സ്കൂളൊക്കെ തുറന്നു, 10th ട്യൂഷനുണ്ട്. അപ്പോൾ ഒക്കെ കൂടി മിക്സ്ഡായി ഒന്ന് ബാലൻസായി വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ അതാണ് സംഭവം. ആൻഡ് ഈ ഫ്ലവർ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങി തന്നതാണ്. ഇതിനെന്താ സ്വാട്ട് ലില്ലി അങ്ങനെ എന്തോ ആണ് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ എനിക്ക് അവൾ വാങ്ങി തന്നൊരു ഫ്ലവറാണ്. അത് ഡ്രൈ ആയി തുടങ്ങി. അതൊരു വൈറ്റ് റോസ് ആയിരുന്നു. അപ്പോൾ ഞാനിത് അതേ ക്ലാസ്സിൽ തന്നെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതിൻ്റെ സൗണ്ട് വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ചുമയാണ്. അപ്പോൾ അതുകൊണ്ടാണ്, പനിയും ചുമയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇട്ട് വെച്ചു അതിൽ. സോ അത് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്ത് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സെറ്റപ്പ് ഞാൻ ഈ ഭാഗത്ത് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് നേരം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് വായിച്ച് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അത് കഴിയാനായി. അപ്പോൾ അതിങ്ങനെ വായിച്ച് തുടങ്ങുകയാണ്. വീണ്ടും വായിക്കുകയാണ്. അപ്പോൾ അത് എന്താ പറയുക, ആ റീഡിങ്ങൊക്കെ ഒന്ന് എന്താ പറയുക, ഭയങ്കര പ്രശ്നമായി നിൽക്കുകയാണ് ഇപ്പോൾ. ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വായിച്ച് പോകാൻ പറ്റണില്ല. നല്ല ടൈം വരുന്നുണ്ട്, ഡിലേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യണം, ലൈക്ക് ഷോർട്ട് സീരീസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് തിങ്സ് ഐ ലവ്, അതിനെക്കുറിച്ചിട്ട് ഓരോരോ എപ്പിസോഡ് വൈസായിട്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയാം. ആൻഡ് ഞാൻ സ്കിൻ കെയറൊക്കെ ചെയ്യണം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ചക്ക കൊണ്ടുവന്നു എൻ്റെ അമ്മ. അപ്പോൾ അത് തിന്നു. പിന്നെ തലയിൽ എണ്ണ ഒക്കെ തേച്ചു, ഒരു സെൽഫ് കെയർ ഒക്കെ പോലെ ചെയ്യാൻ വെച്ചിട്ട്. പിന്നെ ഞാൻ മാസ്ക് ഇട്ടു. ഇത് ബീട്രൂട്ട് മാസ്ക് അന്ന് എൻ്റെ കസിൻ്റെ നിക്കാഹിൻ്റെ ടൈമിൽ വാങ്ങിയതാണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും ഒന്ന് യൂസ് ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ ക്ലംസിനെസ് കാരണം അത് ബെഡ്മേലും കുറച്ചൊക്കെ പോയി. പക്ഷെ കുഴപ്പമില്ല, ഉമ്മ കാണുന്ന മുന്നേ ഞാനത് ക്ലീനാക്കി. ഇപ്പോൾ ഈ വീഡിയോ ഉമ്മ കാണും. അപ്പോൾ എന്നിട്ടത് റോസ് വാട്ടർ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. എനിക്കറിയില്ല കേട്ടോ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ കുറേ റോസ് വാട്ടർ വെച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് യൂസ് ചെയ്തത്. ഇനി അത് മുഖത്തിങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കാണാനൊരു എന്താ പറയുക, ബ്ലഡൊക്കെ ആയ പോലെ ഉണ്ടായിരുന്നു. ബ്ലഡ് ഇങ്ങനെ കട്ടായ പോലെ. പിന്നെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡാർക്കായി. പിന്നെ അത് ഞാൻ കുറച്ച് കൈമേലൊക്കെ തേച്ച് കൊടുത്തിട്ടാണ്. അങ്ങനെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ സാധാരണ ചെയ്യാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കിടന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര സ്കിൻ കെയർ ഒക്കെ ആണല്ലോ. അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബോഡി ലോഷൻ ഒക്കെ ഇട്ടു. പിന്നെ മഴ പെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ ഫേവറേറ്റ് ഫുഡായ മന്തി ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ ഭയങ്കര റാഹത്തായി. അങ്ങനെ കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ്, ഒന്നും നടക്കണില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡ്രോയിങ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാൻ റൂം മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് ഒരു കോർണറിൽ ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് വാങ്ങി വെച്ചിരുന്നു, സ്റ്റാറി നൈറ്റ് ആ ഒരു തീമിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ എൻ്റെ കുറച്ച് ആർട്ട് വർക്കും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്യുകയാണ്. പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ. അപ്പോൾ ആൽക്കഹോൾ മാർക്കേഴ്സ് ആട്ടോ ഞാൻ ചെയ്യണത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബിലോ, ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ എവിടെയെങ്കിലൊക്കെ കൊടുക്കാം. നല്ല അഫോർഡബിളാണ്. ഞാനിത് മീഷോ എന്നാണ് വാങ്ങിയത്. വെറും 300 സംതിങ് ആണ് ആയത്. അതിൽ തന്നെ 48 പീസസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രോയിങ്. ഇതാണ് റെഫറൻസ്. പിക്കൊക്കെ റെഫറൻസ് ഇല്ലാതെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.